അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് ആയിഷ പള്ളിയിൽ അവരെ ജീവിതത്തിൽ ഹജ്ജും ഉംറയും ചെയ്യാത്ത ആളുകളാണ്. എന്നിരുന്നെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഹജ്ജോ ഉംറയോ ഇഹ്റാമിന് വേണ്ടി ഒരുങ്ങാൻ പാടുള്ളൂ. അല്ലാത്തവർ ചെയ്യാം. നമ്മൾ സ്വന്തമായിട്ട് ഇഹ്റാം ചെയ്തിട്ട് ഇഹ്റാമൊക്കെ ചെയ്തിട്ട് അടക്കമുള്ള എല്ലാ മഹത്തുക്കളും അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം മക്കയിലെ ജന്നത്തുൽ മുഹല്ല സുപ്രസിദ്ധ ഖബർസ്ഥാനിയാണ്. റസൂലുള്ളാഹി രണ്ട് മക്കൾ, റസൂലുള്ളാഹിന്റെ വല്യപ്പന്മാർ, ബഹുമാനപ്പെട്ട നമ്മളെ കേരളത്തിൽ സുപരിചിതനായ ലോകത്തിന് തന്നെ അറിയപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ പോലുള്ള മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സുപ്രസിദ്ധ മക്കയിലെ സുപ്രസിദ്ധ ഖബർസ്ഥാനിയാണ് ജന്നത്തുൽ മുഹല്ല. അവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. അല്ലാഹുത്താല അവരെ പൊരുത്തം നമുക്ക് നൽകട്ടെ. യാത്രയിൽ ഉടനീളം അല്ലാഹുത്താല അവരെ മദത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരെ പിൻപറ്റി ജീവിക്കാൻ അല്ലാഹുത്താല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നമുക്കും നമ്മുടെ കുടുംബത്തിലും എല്ലാവർക്കും അല്ലാഹുത്താല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അബൂജാഹിലിന്റെ വീട്, അബൂജാഹിൽ റസൂലുള്ളാഹിനെ വല്ലാതെ മർദ്ദിച്ച അബൂജാഹിൽ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹറമിലേക്ക് കഅബയിലേക്ക് ഒട്ടകത്തിന്റെ അബൂജാഹിലിന്റെ വീട് ഇവിടെയായിരുന്നു. അത് കാലത്ത് റസൂലുള്ളാഹിനെ വളരെ ദ്രോഹിച്ച വ്യക്തിയാണ് അബൂജാഹിൽ. ചീഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല റസൂലുള്ളാഹിന്റെ കൗത്തില് കൊടുത്തത് ഈ വഴിയിൽ വെച്ചാണ്. ഫാത്തിമ ബീവി വെള്ളം റസൂലുള്ളാഹിനെ കഴിച്ചത് ഒഴിവാക്കി. അത് രാജകൊട്ടാരത്തിൽ കാണുന്നത് ഇവിടെ വെച്ചിട്ടാണ് ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കി കാണിച്ചു കൊടുത്തത്. അത് നമ്മളെ കേരളത്തിൽ ചേരമാൻ പെരുമാൾ കണ്ടു. അങ്ങനെ എന്ത് ചെയ്തു, ലോകത്ത് എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ടെന്നുള്ള വിവരം ചേരമാൻ പെരുമാൾ കൊടുങ്ങല്ലൂർ വെച്ച് കാണുകയും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഇങ്ങനെ മനസ്സിലാക്കുകയും റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരികയും ചെയ്തു. വരുന്ന വഴിയിൽ വെച്ചിട്ട് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആമിന ബീവി ജന്മം നൽകിയ സ്ഥലം ഇതല്ല. ഇതൊക്കെ രാജകൊട്ടാരമാണ്. ഇതിന്റെ ചരിത്രങ്ങളൊക്കെ വിജയരാജ് പറഞ്ഞത്. രാജാക്കന്മാർ എപ്പോഴെങ്കിലും കൊല്ലത്തിൽ ഒരീസ ഒരു മണിക്കൂറ് വന്നിരിക്കാനുള്ള ബിൽഡിങ്ങാണ്. ഇത് പഴയ കാലത്ത് ജബൽ അബിയ ഖുബൈസ് എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ആദ്യമായിട്ട് പ്രബോധനം നടത്തിയ സ്ഥലം. അതായത് 40-ാമത്തെ വയസ്സിൽ ഉപവത്ത് കിട്ടിയപ്പോൾ കുടുംബക്കാരെ നാട്ടുകാരെയൊക്കെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി ഈ മലമ്പലേക്ക് ജനങ്ങളൊക്കെ വിളിച്ചു വരുത്തി, കുറേശികളെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങളോടൊരു കാര്യം പറയാണ്ട് നിങ്ങൾ അംഗീകരിക്കുമെന്ന് ചോദിച്ചു. ഞങ്ങൾ അംഗീകരിക്കും, അല്ലമീനല്ല ഞങ്ങൾ അംഗീകരിക്കാതിരിക്കൂല, എല്ലാവരും അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറേശ്ശി പ്രമുഖരെല്ലാവരും വിളിച്ചു വരുത്തി ആ മലൻ്റെ മുകളിൽ വെച്ചിട്ട് പറഞ്ഞു, നിങ്ങളോട് പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള പ്രഖ്യാപനം അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. അതുകൊണ്ട് പറഞ്ഞ പാടില്ലേ അവർ ഹാലളകി റസൂലുള്ളാഹി